ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പെസഹായുടെ പരിപാടിയും ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുടങ്ങിയത് എന്ന് വെച്ചാൽ ആദ്യം വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തലേ ദിവസം തന്നെ കുഴച്ച് വെച്ച് രാവിലെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളുടെ തറവാടുണ്ട്. അപ്പോൾ തറവാട്ടിൽ പോയിട്ട് അവിടെ അപ്പം മുറിച്ചിട്ട് ശേഷമാണ് നമ്മുടെ വീട്ടിൽ വന്ന് മുറിക്കുക. അതായത് തറവാട്ടിൽ എൻ്റെ ചാച്ചനുണ്ട്, അതായത് ഗ്രാൻഡ് ഫാദർ പപ്പയുടെ പപ്പ ഉണ്ട് അവിടെ. അപ്പം ചാച്ചനാണ് എല്ലായിടത്തും അപ്പം മുറിക്കുക. അപ്പം ആദ്യം തറവാട്ടി മുറിക്കും, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ വരിക. അപ്പം അവരെല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കണം കണക്കാക്കിയിട്ട് ഉള്ള അളവിലുള്ള അപ്പങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കി വെക്കും. അപ്പോൾ ആദ്യം വട്ടയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ മമ്മി നടത്തുന്നുണ്ടായിരുന്നു. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു രസമല്ലേ, കാണാനും ഒരു രസം, കഴിക്കാനും ഒരു രസം. അപ്പോൾ അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേണേൽ ചെറിയ ഉണ്ടെങ്കിൽ ചെറിയും വെക്കാം, അതായിരിക്കും ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെച്ചൊന്ന് മാത്രം കേട്ടോ. അങ്ങനെ ആദ്യം വട്ടയപ്പം പുഴുങ്ങി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുരിശപ്പവും പാലും ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കുരിശപ്പത്തിനുള്ളതാണ്. അതായത് നമ്മൾ ഇത് പുളിപ്പിക്കാണ്ടാണ് മാവ് ഉണ്ടാക്കി. അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ചേരുവകളൊക്കെ അതിനകത്തുണ്ട്. വേറെ സാധാരണ വട്ടയപ്പം പുഴുങ്ങുന്ന പോലെ ഒന്നുമല്ല പുഴുങ്ങിയെടുക്കുന്നത്. അത് പകുതി വേവായി കഴിയുമ്പോൾ നമ്മൾ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കുരിശ് നമ്മൾ വെച്ച് കൊടുക്കും കേട്ടോ. കുരിശ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കാതെ നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മളത് വെച്ച് കൊടുക്കുക. അപ്പം കുരിശ് പിന്നെ ആ 2 കുരിശ് ഉണ്ടാക്കിയതിൽ ഒരെണ്ണം ഇതിനകത്ത് വെച്ച് കൊടുക്കും, ഒരെണ്ണം പാലിനകത്ത് കൊടുക്കും കേട്ടോ. പാലെന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്, അല്ലാതെ പശുവും പാലൊന്നും അല്ല എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ട് അതിനകത്ത് വേറെ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും ആ കുരിശും ഒക്കെ ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പാല് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുരിശപ്പവും വട്ടയപ്പവും പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല തറവാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 7:30-8 മണിയൊക്കെ ആവാറായെന്ന് എനിക്ക് തോന്നുന്നു. എന്താണേലും രാത്രിയായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ. അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ വരുന്നില്ലേ എന്ന്. അപ്പം നമ്മൾ ചെല്ലാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തറവാടെന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. നമുക്ക് നടക്കാനാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് നടന്ന് ഇറങ്ങാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം വണ്ടിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ വളഞ്ഞു ചുറ്റി റോഡെ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി ദൂരമുള്ള പോലൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ വീടിൻ്റെ കുറച്ച് താഴെ തന്നെയാണ് വീട്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ നടന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് നമ്മൾ വണ്ടിക്ക് പോകുന്നത് കേട്ടോ. ഇപ്പം വണ്ടിക്കാണ് അധികം പോവാറുള്ളത്. അങ്ങനെ നമ്മുടെ തറവാട്ടിലെത്തി. അവിടെ എല്ലാവരും നമ്മളെ നോക്കി അക്ഷമരായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കണം, എല്ലാം റെഡിയായിട്ട് അപ്പം മുറിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം അപ്പം മുറിക്കും. അത്രയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെയുള്ളവരെ. ചെന്ന ഒരു ജസ്റ്റ് എല്ലാവരോടും ഒന്ന് ഹായ് ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം തന്നെ അപ്പം മുറിക്കാൻ റെഡിയായി നിന്നു. ഇതാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ നല്ല പ്രായമുള്ള ആളാണ്, 95 വയസ്സോളം ഉണ്ട്. അപ്പം ഇപ്പോൾ നല്ല ആരോഗ്യവാനായിട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ചാച്ചന് ആണ് ഇത് മുറിക്കുന്നത്. അതായത് നമ്മളെ കുടുംബത്തിലുള്ള മൂത്ത കാർന്നവർ, അതായത് ആണുങ്ങൾ, ഏറ്റവും പ്രായം ചെന്ന ആണുങ്ങളാണ് അപ്പം മുറിക്കുക. അപ്പം തറവാട്ടിൽ ചാച്ചനാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ മുറിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഫാദറായിരിക്കും മുറിക്കുക. അപ്പോൾ ആണുങ്ങളാണ് മുറിക്കുക, ഏറ്റവും പ്രായം മൂത്ത ആണുങ്ങളാണ് അപ്പം മുറിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പം ഇതതിൻ്റെ അപ്പം മുറിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെന്നപ്പോഴും പഴം ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ വീട്ടിലും പഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ പഴം ഉണ്ടായിരുന്നു, പിന്നെ ഇൻട്രിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻറ്റി എല്ലാ പ്രാവശ്യവും ഇൻട്രിയപ്പം ഇങ്ങനെ ഇലക്കകത്തൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇൻട്രിയപ്പം ഉണ്ടായിരുന്നു, വട്ടയപ്പം ഉണ്ടായിരുന്നു, പാലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ആദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂത്ത ആൾക്കാണ് ആദ്യം കൊടുക്കുക. അങ്ങനെ മൂത്തവർ വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ഇളയവർക്കാണ് ഏറ്റവും അവസാനം കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ കൊച്ചുണ്ടായിരുന്നുകൊണ്ട് അവനായിരുന്നു ഏറ്റവും ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇന്ന് തറവാട്ടിൽ ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ അന്ന് പപ്പയുടെ ചേട്ടനും പപ്പയുടെ അനിയനും ആൻറ്റിമാരും ഒക്കെ ഉണ്ട്. പിന്നെ പിള്ളേരാരും ഇല്ല. പിള്ളേർ കസിൻസൊക്കെ ഓരോരുത്തർ കല്യാണമൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെയാണ്, ആരും തന്നെ നാട്ടിലില്ല. എല്ലാവരും അങ്കിൾമാരും ആൻറ്റിമാരൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിള്ളേരുകളെ ആരെയും കാണാത്തത്. അതെല്ലാം കഴിഞ്ഞ് അവിടെ കുറച്ചറിയുന്ന വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്നപ്പോഴും കുരിശപ്പം മുറിക്കുന്നത് ചാച്ചൻ തന്നെയാണ് കേട്ടോ. നേരത്തെ പോലെ തന്നെ ഇവിടെ അപ്പവും പഴവും കുരിശപ്പവും വട്ടയപ്പവും പാലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ ബൈബിൾ വായിക്കും, പിന്നെ മൂത്തവർക്ക് ഇത് കൊടുക്കും. അങ്ങനെ ഓരോരുത്തർ വാങ്ങി ഇത് കഴിക്കുക എന്നുള്ളതാണ്.
അന്നത്തെ ദിവസം പിന്നെ വേറെ ഫുഡൊന്നും ഞങ്ങൾക്ക് വേണ്ടി വരില്ല, അത്താഴമൊന്നും കഴിക്കേണ്ടി വരില്ല. കാരണം അപ്പവും പഴവും ഇതെല്ലാം കഴിച്ച് വരുമ്പോൾ തന്നെ എല്ലാവരും വയറൊക്കെ നിറയും. പിന്നെ രാത്രി അത്താഴം കഴിയൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു, പെസഹയുടെ പരിപാടികളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.